നീ എന്നെ ഇങ്ങനെന്തെങ്കിലും പോക വിടമാട്ടെ. In today's video, I'll talk about how corrupted some of the political campaigns in Australia are. ഒരു ചെറിയ സ്റ്റോറി പറഞ്ഞിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. 2 ആഴ്ച മുമ്പ് ഞാൻ എൻ്റെ എഡ്യൂക്കേഷണൽ സീരീസിലെ ഒരു വീഡിയോ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു. പെർത്തിലുള്ള ചില പ്രോപ്പർട്ടി എന്തൂസിയാസ്റ്റിക് മലയാളീസ് ഉള്ള വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ തന്നെ ആ ഗ്രൂപ്പിലെ അഡ്മിൻ ചേട്ടൻ എന്നെ മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞു, മോന്റെ വീഡിയോസ് ഈ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യല്ലേ, ഇതിൽ നാഷണൽ മീഡിയ ചാനൽസ് എന്നുള്ള പോസ്റ്റുകൾ മാത്രമേ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അത് അഡ്മിൻ ചേട്ടൻ തന്നെ പറഞ്ഞതായത് കാരണം നമ്മൾ വളരെ റെസ്പെക്ട്ഫുള്ളി അത് അക്സെപ്റ്റ് ചെയ്തു. വി മൂഡ് ഓൺ. ഇന്നലെ ഞാൻ കണ്ട ഒരു കാര്യം, ഇറ്റ് വാസ് ഷോക്കിംഗ് ആൻഡ് ഐ വാണ്ട് ടു ഷെയർ ദിസ് വിത്ത് യു. ഓസ്ട്രേലിയയുടെ പ്രൈം മിനിസ്റ്റർ ആന്റണി ആൽബനീസ് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. വാട്ട് ഈസ് സേയിങ് ഇസ് അവർ ചേഞ്ചസ് ടു ഫിക്സ് ഓസ്ട്രേലിയാസ് ബ്രോക്കൺ ഹൗസിംഗ് സിസ്റ്റം ഈസ് വർക്കിംഗ്. അത് ക്ലെയിം ചെയ്യാണ്. എന്താണ് ക്ലെയിം ചെയ്യുന്നത്? അതായത് കഴിഞ്ഞ മെയ്യിൽ നടന്ന ബഡ്ജറ്റിൽ നടന്ന CGT അല്ലെങ്കിൽ നേറ്റീവ് ഗിയറിംഗ് ടാക്സ് റീഫോംസ് ഒക്കെ കാരണം ഇപ്പോ പുതിയ ഹോം ഓണേഴ്സിന് ഇപ്പൊ വളരെ അഫോർഡബിൾ ആണ് ഇപ്പൊ വീട് വാങ്ങാൻ. ആൻഡ് ദ ലേറ്റസ്റ്റ് ABS ഡാറ്റ ഷോസ് ദാറ്റ് ദ ഹൗസിംഗ് അഫോർഡബിലിറ്റി ഹാസ് ഇംപ്രൂവ്ഡ്. ന്യൂ ബിൽഡുകളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് അയാൾ പറയുന്നത്. ആൻഡ് ഐ വാസ് സർപ്രൈസ്, കാരണം ആസ് എ പ്രോപ്പർട്ടി ഡാറ്റ റിസർച്ച് സ്പെഷ്യലിസ്റ്റ് ഓർ എക്സ്പേർട്ട് മൈസെൽഫ്, ഐ അണ്ടർസ്റ്റാൻഡ് ഹൗ ഡാറ്റ വർക്ക്സ്. കാരണം ഇറ്റ് ടേക്സ് ടൈം ഫോർ ദ ഡാറ്റ ടു ബി റിഫ്ലക്റ്റഡ് ഓൺ ടു ദ പേപ്പർ. ഒരു ടാക്സ് റീഫോർമേഷൻ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ ടൈം ടു റിയാക്ട്. മാർക്കറ്റ് റിയാക്ട് ചെയ്തതിന് ശേഷം ഇറ്റ് ടേക്സ് ടൈം ഫോർ ദ ഡാറ്റ ടു റിഫ്ലക്ട് ഓൺ ടു ദ സിസ്റ്റം. സോ യു നീഡ് ടു ഗിവ് സം ടൈം ടു ഹാവ് ദ റൈറ്റ് സാമ്പിൾ സൈസ് ബിഫോർ യു സ്റ്റാർട്ട് മേക്കിംഗ് എനി സച്ച് അനാലിസിസ് ഓർ ഇൻസൈറ്റ്സ്. ഇത് ബഡ്ജറ്റ് കഴിഞ്ഞ് 2-3 മാസത്തിനുള്ളിൽ തന്നെ ഹി ഹാസ് കം ഇൻ ആൻഡ് അനൗൺസ് ദാറ്റ് ഇറ്റ് ഈസ് വർക്കിംഗ്. ആൻഡ് ഐ വാസ് തിങ്കിങ്, വൈ ഇസ് ദിസ് ഗൈ സോ മച്ച് ഓഫ് എ ഹറി ടു മേക്ക് ദിസ് അനൗൺസ്മെന്റ്? എന്താ ഇത്ര റഷ്? I went into his social pages and I started scrolling through his post and I was surprised. മെയ് ബഡ്ജറ്റിന് ശേഷം 59 പോസ്റ്റുകളാണ് ആശാൻ ഇട്ടിട്ടുള്ളത്. ആ പോസ്റ്റുകളിൽ 24 പോസ്റ്റുകൾ he is talking positively about the housing and tax reforms. So what does that mean? It is a campaign. Social mediaയിലൂടെ the government or whoever managing this messaging, a campaign is being run so that his and party's image അത് പോസിറ്റീവായിട്ട് ആൾക്കാരുടെ ഉള്ളിലോട്ട് കൊണ്ടുവരാനുള്ള ഒരു ക്യാമ്പയിൻ ആണിത്. ബഡ്ജറ്റ് അനൗൺസ്മെന്റിന് ശേഷം പോയ ഇമേജ് തിരിച്ചു കൊണ്ടുവരുന്ന ക്യാമ്പയിൻ. Why am I telling you all of these things? So if you don't understand what they are saying, you will become the product. You are not an audience to that messaging. Happy growing.